ഇപ്പൊ കാശ് കൊടുത്ത എന്ത് നമുക്ക് കിട്ടും. ഇപ്പൊ ശബരിമലയിലെ തന്നെ കണ്ടില്ലേ, ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുവന്നു. പുള്ളി പറയണത് ഞാൻ കാശൊന്നും കൊടുത്തിട്ടില്ലെന്നാ പറയണം. അങ്ങനെ നമുക്ക് കാശ് കൊടുക്കാതെ തന്നെ മൂർത്തിഭാവങ്ങള് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാവുന്നൊരു ഭാഗത്തിലേക്കാണ് പോകുന്നത്. അന്നേരം ഇത് ഉപാസിച്ചിരിക്കുന്നവർക്ക് കാശിന് വേണ്ടിയിട്ട് അവര് മൂർത്തിനെ അതിന്റെ ചൈതന്യത്തെ ചൂസ് ചെയ്യാറുണ്ട്. നമ്മളിവിടുന്ന് മൂർത്തിനെ ആർക്കും ചൂസ് ചെയ്യാനായിട്ട് കൊടുക്കാറില്ല. നിങ്ങൾക്കൊരു വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങളത് പരിഹരിച്ചു തരാൻ തയ്യാറാണ്. ഇവിടെ ഞങ്ങൾ ബന്ധിച്ചിട്ടില്ല, എല്ലായിടത്തും ബന്ധിച്ചു വെച്ചിട്ടുണ്ട്. ക്ഷേത്രാചാരപരമായിട്ടും മതപരമായിട്ടും ബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളെ കൂടുതലുള്ളൂ. ഇവിടെ ബന്ധിക്കാറില്ല. ബന്ധിക്കാറില്ലെന്ന് വെച്ചാൽ മൂർത്തികളെ നമ്മൾ ബന്ധിച്ചിട്ടിരിക്കുന്ന അഷ്ടബന്ധം കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുന്നതായിട്ടുള്ളതും ക്ഷേത്രത്തിന് ചുറ്റിനും ബന്ധം. അതേപോലെ ഏത് മൂർത്തിഭാവത്തിനും അവരെ ബന്ധനം കൊടുക്കുന്നതിന്റെ കാര്യം അവരുടെ കൈപ്പിടിയില്ല. അവിടെയാണ് ഈ കോഴികുരുതിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മനസ്സിലായി? തന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഒരു മൃഗത്തിനെ കൊല്ലുകയാണെങ്കിൽ താൻ പേടിക്കും ഓട്ടോമാറ്റിക്. അന്നേരം പേടിക്കുമ്പോൾ ഞാൻ ചെയ്തോളാം എന്ന് പറയും. അല്ലെങ്കിൽ കത്തിയെടുന്ന് കിട്ടിയിട്ട് എന്നെ കൊല്ലും, ഇന്ന കാര്യം ചെയ്തു തന്നെന്ന് പറഞ്ഞ് ചെയ്യാന്ന് പറയും. എന്ന് പറഞ്ഞാൽ പേടിപ്പിച്ച് ചെയ്യുന്ന കർമ്മവേദികളാണ് കൂടുതൽ ഈ കോഴിക്കുരുതി. ശരിക്കും പറഞ്ഞ ഒരു മൂർത്തികൾക്കും ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ ഭയപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയം കൊണ്ടാണ് കാര്യങ്ങൾ. അതേപോലെ തന്നെ ഈ ചൈതന്യത്തിന് പൈസ കൊടുത്ത് മേടിച്ച്, അതായത് ശരിക്കും പറഞ്ഞ തന്ത്രദീക്ഷയും മന്ത്രദീക്ഷയൊക്കെ പഠിച്ചിരിക്കുന്നവർക്ക്